മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് ഈ സമയം നമ്മളെ വിളിച്ചു ചേർത്ത ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് വലിയ സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരിക്കുന്ന സമയത്താണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ട് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുവചനം അനുസരിച്ച് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന തിരുവചനത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈശോയെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ ഈ ആരാധനയിലുടനീളം സ്വർഗീയ രഹസ്യങ്ങൾ, വചനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ, ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ തീക്ഷ്ണമായി ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനായി ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മരിയൻ ഉടമ്പടി ആരാധന വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഷെക്കീന ടെലിവിഷനിലൂടെയും ഷാലോൺ TV-യിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളുടെ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത് അങ്ങേക്കാരാധന. ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത് അങ്ങേക്കാരാധന. നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, യേശുവേ ആരാധിക്കുന്നു. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തുതി, ആരാധന, മഹത്വം. കർത്താവേ, കുടുംബങ്ങളുടെ ജീവിതങ്ങളെ പരിപാലിക്കുന്നതിന് നന്ദി കർത്താവേ. രോഗങ്ങൾക്ക് സൗഖ്യവും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും പ്രതിസന്ധികളിൽ ആശ്വാസം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആശീർവദിക്കണമേ. രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. സഹായത്താൽ പരിഹാരം സമയത്തിരിക്കുന്ന അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന. ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും പരിശുദ്ധ കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ എല്ലാ നിയോഗങ്ങളെയും അപേക്ഷകളെയും ആവശ്യങ്ങളെയും നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വി പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ധ്യാനം പോകുന്ന സ്ഥാപകരായ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ ഇയാൾക്കാരിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാധനയിലുടനീളം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഘോഷോടെ ദൈവത്തെ ആരാധിക്കാം. ശക്തി
ആലയത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളുടെ നൊമ്പരങ്ങളെ നോക്കിക്കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ മക്കളെ സന്ധിക്കണമേ. ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. ഇപ്പോൾ ഇവിടെ 2-3 അറിയിപ്പുകളുണ്ട്. 12 അറിയിപ്പുണ്ട്. ഒന്നാമത്തെ അറിയിപ്പ് രക്ഷയുടെ മഹാജൂബിലിയാണ് 2025 വർഷത്തിലെ. അപ്പോൾ കൃപാസന രൂപതയിൽ നിന്ന് പരിപൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ ഒരു കുമ്പസാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, തീർത്ഥാടന കേന്ദ്രമായിട്ട്. അതിൻ്റെ ദണ്ഡവിമോചന തീർത്ഥാടനമൊക്കെ നടക്കുന്നത് കൃപാസനത്തെ ഓപ്പോസിറ്റ് കാണുന്ന നമ്മുടെ മിഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയും ശക്തിയും നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, കൃപാസനം മെയ് മാസം വണക്കമാണ്. മെയ് മാസം നമുക്കറിയാം മാതാവിൻ്റെ മാസം. കൃപാസനത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന 2 മാസങ്ങളാണ് ഒക്ടോബറും മെയ്യും. ജൂബിലി ഒക്ടോബറിൽ ജവഹർ റാലിയും മെയ്യിൽ മാതാവിൻ്റെ വണക്കമാസവും. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് വണക്കമാസം നടക്കുന്നത്. മാതാവിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ മൂല്യങ്ങളെയും, സുവിശേഷ മൂല്യങ്ങളെയും കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് വണക്കമാസം. അപ്പോൾ നമുക്ക് വണക്കമാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് വേണമെങ്കിൽ നേർച്ചയുടെയൊക്കെ നടത്താം. അത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, കൗണ്ടറുമായിട്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5:15 ലൈവായിട്ട് വണക്കമാസം ആരംഭിക്കണം. അപ്പം നിങ്ങൾ വണക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിയോഗമൊക്കെ ലൈവായിട്ട് പറയും. അപ്പോൾ അത് പറയാൻ പറ്റാത്ത നിയോഗം ഉണ്ടെങ്കിൽ അവിടുന്ന് പറയണ്ട എന്ന് പറയണം. ആ നിയോഗം പറയണ്ട, വേറെ നിയോഗം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പറയും. അതിലിപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർനാഷണൽ ലെവലിൽ ലൈവിൽ ആൾക്കാർ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. പറയണമെങ്കിൽ പറയണം, പറയണമെങ്കിൽ പറയണ്ട, അത് പറയണം, അവിടെ ഓഫീസിൽ പറയണം. എല്ലാ നിയോഗങ്ങളും പറയാം നിങ്ങൾക്ക് ഉണക്കമായിട്ട് നടത്തുമ്പോഴേ. മൂന്നാമത്തെ അറിയിപ്പ്, കൃപാസനത്തിലെ സമർപ്പണ ജീവിതം നയിക്കാൻ, സന്യസ്ത സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഇപ്പോൾ സിസ്റ്റേഴ്സിനെ പോലെ സിസ്റ്റേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 82 81 29 75 11. ഇത് വാട്സപ്പ് നമ്പറാണ്, ഇത് ഉപയോഗിക്കുക. അതുപോലെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ സിസ്റ്റേഴ്സൊക്കെ 1 കൊല്ലം 2 കൊല്ലം, ഇപ്പോൾ ജീന സിസ്റ്റർ ഉണ്ടായിരുന്നു, ജീന സിസ്റ്റർ 2.5 കൊല്ലം ഇവിടെ നിന്ന് വർക്ക് ചെയ്യും, സുന്ദരമായ വർക്കായിരുന്നു. അപ്പം അതുപോലെ ശുശ്രൂഷ ചെയ്യാൻ സിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരും 3 മാസമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഇവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പം അത് അവരും ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. സിസ്റ്റേഴ്സിന് ഇവിടെ താമസിക്കാനുള്ള പ്രത്യേക മുറികളും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് മഠം പോലെയാണ് അവരിവിടെ ജീവിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കളാണ്. നമുക്കറിയാം കൃപാസനത്തിൻ്റെ ജീവനാഡി എന്നുള്ള ഒന്നാണ് വിശ്വാസ പ്രയോഗത്തിനുള്ള നേർച്ച വസ്തുക്കൾ. അതൊരിക്കലും കൃപാസനത്തിൻ്റെ പുറത്ത് കിട്ടത്തില്ല. അത് എൻ്റെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പഞ്ചരിച്ചാണ് നമ്മൾ റോഡേ നടന്ന് വിൽക്കണില്ലേ, അതൊക്കെ എല്ലാം കള്ളത്തരമാണ്. അതൊക്കെ അവരുടെ പറ്റിപ്പിടിപ്പുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടികളാണ്. അതിനകത്ത് പോയി തലവെച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല. കൃപാസനത്തിൽ നേർച്ച വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭവ്യതയും അതിൻ്റെ കുറേയധികം പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടാണ് ഓരോ വിഷയത്തിൻ്റെ നമ്മളത് സ്റ്റോളിൽ വെച്ചിരിക്കുന്നത്. അത് ആവശ്യമുള്ളവർ സ്റ്റോളിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. അപ്പം അതിൻ്റെ പേരിൽ തട്ടിപ്പിൽ പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ കൃപാസനത്തിൽ തിരികെത്തിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല. തന്നെ ആൾക്കാർ എപ്പോഴും വന്നതാണ്. അതുകൊണ്ട് പോലീസിന് തന്നെ നിർദ്ദേശമാണ് തിരികെത്തിക്കരുതെന്ന്. അതുകൊണ്ട് നമ്മൾ തിരികെത്തിക്കുന്ന സ്റ്റാൻഡ് തന്നെ എടുത്ത് മാറ്റി വിടുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പോലീസ് നിർദ്ദേശം വന്നു, തീ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം പറഞ്ഞേക്കണമെന്ന്. ഇതൊക്കെ സംഭവിച്ച ആൾക്കാർക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പിന്നെ കേസായില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ തിരി നിങ്ങൾ സോലിൽ നിന്ന് വാങ്ങിച്ച നേരെ വീട്ടിൽ കൊണ്ടുപോയേക്കണം, അല്ല ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകരുത്. അവൻ്റെ കൃപാസനത്തിൻ്റെ പേരിൽ കുറേ പിരിവുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു പിരിവും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം അവർ തന്നെ കള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കി അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾക്കാർ ഓഫറേജ് നടത്തണം, എന്തെല്ലാം പാലിയേറ്റീവ് കെയർ നടത്തണമൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലത്തെ ഇതിന് മണ്ടന്മാർ. ഞാനിതൊന്ന് പറയണ്ടേ, ഇത് പറയാതെ ചില ആൾക്കാർ കൊടുത്തിട്ട് അയ്യോ അത് അച്ഛൻ്റെതല്ലായിരുന്നു എന്ന് ചോദിക്കും. എന്ത് അങ്ങനെ ചോദിക്കണേ? അറിയാമല്ലോ, ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വെട്ടിപ്പിടിന്ന് രക്ഷപ്പെടുത്തേക്കണം. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡുണ്ട്. നിങ്ങൾ ഡെയിലി ബ്രെഡ് എന്തിനാണെന്ന് അറിയാമോ? ഉടമ്പടി എടുത്തവരുടെ കൂടെ അച്ഛൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകയാണ്. അപ്പം നിങ്ങൾ ആ അവസരം ഞാൻ കുറേ കഷ്ടപ്പെടാതെ ചെയ്യണത്, ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുത്തിട്ടാണ് എല്ലാ ദിവസവും ചെയ്യേണ്ടത്. എല്ലാ ദിവസവും സന്ദേശം കർത്താവ് തരണ്ടേ. അപ്പോൾ അത്രയും പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടാണ് ചെയ്യണത്. അപ്പം നിങ്ങളത് രാവിലെ എഴുന്നേറ്റ് കൂടണം. എന്നിട്ടത് കൂടിയാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് അവരെ ഇപ്പം ഇന്നൊക്കെ ഞാൻ സംസാരിക്കേണ്ട വെറും 3 മിനിറ്റേ ഉള്ളൂ. അപ്പം 3 മിനിറ്റ് ചെറിയൊരു ശുശ്രൂഷയാണത്, 12 മിനിറ്റ് നിൽക്കണം. അപ്പം നിങ്ങളുടെ സമയം പോകരുത്. രാവിലെ വീട്ടിലെ ജോലി നടക്കുകയും ചെയ്യണമെന്ന രീതിയിലാണ്. ഒരു നല്ല പ്രാർത്ഥന ആദ്യം തന്നെ പ്രത്യക്ഷീണ പ്രാർത്ഥന നിയോഗം വെക്കും. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം രക്ഷപ്പെട്ടെ. പിന്നെ നിങ്ങൾ പോകാൻ സാധ്യതയുള്ള എല്ലാ ഓഫീസുകൾ, വീടുകൾ, ജോലികൾ, പരീക്ഷകൾ, ഒപ്പിടൽ, സ്ഥലം അളവ്, അങ്ങനെ എല്ലാ സാധനവും സമർപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദൈവം നമ്മുടെ കൂടെ നമുക്ക് ഉറപ്പായല്ല, ആശീർവാദം കിട്ടിയല്ലേ പോണത്. അപ്പം അതുകൊണ്ട് അതൊക്കെ രാവിലെ എഴുന്നില്ല 12 മിനിറ്റ് മുടക്കാതിരിക്കണം. അത് മറ്റുള്ളവർക്ക് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, നല്ല കാര്യം, നന്ദി. അതേസമയം തന്നെ അപ്പോൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മുടെ ജോമർ സിസ്റ്ററിൻ്റെ ഒരു ശുശ്രൂഷ, അവർ നല്ല ആധ്യാത്മിക ചൈതന്യമുള്ളവരാണ്. അവർ 12 കൊല്ലമായി ഇവിടെ. അപ്പോൾ ഈ അവർ നല്ല ചെറുപ്പപ്രായത്തിൽ വന്ന ആളാണ്. അപ്പോൾ 12 കൊല്ലം ഇതിൻ്റെ ആധ്യാത്മികത കണ്ട് മനസ്സിലാക്കി അതിന് ലൈഫ് കമ്മിറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ജീവിതം സറണ്ടർ ചെയ്തിരിക്കുകയാണ്. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്ക് അതിൻ്റെ പേര് എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കാണ്. അത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റേ ഉള്ളൂ. അപ്പം അത് പറ്റുന്നവരൊക്കെ അത് കാണണം. എല്ലാവരും കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ പേര് ലിവിങ് ഒറക്കിൾസ് എന്നാണ്. എന്ന് വെച്ചാൽ ജീവവചസ്സുകൾ. കൃപാസനം പത്രം
ചൈനീസ് ഭാഷ ഉൾപ്പെടെ 22 ഭാഷകളിലുണ്ട്. അപ്പോൾ പത്രം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കർത്താവിനെ തന്നെ കൈമാറുന്നതിന് വേണ്ടി, അതുകൊണ്ട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഒരിക്കലും കൂടുതലാകത്തില്ല. എത്ര ചെയ്താലും അത്രയും നല്ല തീഷ്ണതയുള്ള, നമുക്കറിയാം ഇന്നത്തെ വെളിപാട് എന്താണ്? ഞാൻ പോലും അറിയാത്ത കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ആദ്യം ദൈവരാജ്യമാണ്, പിന്നെയാണ് നീതി വരണത്. സാമൂഹ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വരണത് പിന്നെയാണ്, പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യം പത്രമാണ്, പിന്നെയാണ് പൊതിച്ചോറ് വരണത്. മനസ്സിലായി? ആ വിഷയം മനസ്സിലാക്കണം, തിരിച്ച് മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ അറിയാത്തത് അറിയണം. അപ്പം അതെപ്പോഴും ശ്രദ്ധിച്ച് അത് പക്ഷെ നല്ല ദൈവസ്നേഹത്തോട് ചെയ്യണം. കൃപാസനത്തെ വളർത്തിയത്, നിലനിർത്തിയതും ഉയർത്തിയതും എല്ലാം അഖണ്ഡ ജപമാലയാണ്, 1000 മണി ജപമാല. അപ്പോൾ അതുകൊണ്ട് 1000 മണി ജപമാല ഒരു ഗ്രൂപ്പായിട്ട് ചെല്ലാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1000 മണി ജപമാല വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന, നിങ്ങളുടെ കാര്യവും നടക്കും, കൃപാസനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ അതുവഴി ഏറ്റെടുക്കുകയും ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാറുകയും ചെയ്യും. അച്ഛൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയണം. അപ്പം അടുത്ത മാസത്തിൽ ചില സമയത്ത് പുറത്ത് ധ്യാനമുണ്ട്. ചിക്കാഗോയിലും ഫിലാഡൽഫിയയിലും ധ്യാനമുണ്ട് അടുത്ത മാസം. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത് ഞാൻ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒരിക്കലും ദേശം കാണാനോ കറങ്ങി നടക്കാനോ ഒന്നും പോകത്തില്ല. എൻ്റെ ധ്യാനം 3 ദിവസമാണെങ്കിൽ 3 ദിവസത്തിൽ അങ്ങോട്ട് ചെല്ലും. ആ 3 ദിവസം കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റിന് പോരും. ഇവിടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലോകത്തിൽ ഇപ്പോൾ എത്രയോ രാജ്യങ്ങളിൽ പോയി, ആ പോകുന്നു, അടുത്ത ഫ്ലൈറ്റിൽ എൻ്റെ ജോലി തീരുന്നു, അടുത്ത ഫ്ലൈറ്റിൽ പോരുന്നു. എൻ്റെ ജോലി കർത്താവിൻ്റെ ജോലിയാണ്, അല്ല ഞാനിങ്ങനെ കറങ്ങി ലോകം മുഴുവൻ നടക്കുകയല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തെ അച്ഛൻ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. പിന്നെ ചില ദിവസം 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, മാക്സിമം പറഞ്ഞാൽ 4 ദിവസം, അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരണം. ഇതുപോലെ ഞാൻ നേരത്തെ നോട്ട് തരും. ഇപ്പോൾ ഈ മാസം കുഴപ്പമൊന്നുമില്ല. ഞാൻ ജൂൺ മാസം കാര്യം, ജൂൺ മാസം ആദ്യ വാരം മാത്രമേ ഇതുപോലെ ഒരു ചെറിയ ഷിഫ്റ്റിംഗ് ഉള്ളൂ. അതൊരു 5 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഒന്ന് വിളിക്കണം, നല്ലതായിരിക്കും. അച്ഛൻ കാണാൻ ആഗ്രഹിച്ച് വരുന്നവരെ എമർജൻസിക്കാർ അതൊക്കെ മുമ്പ് വരിക, അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട് അത് 94 47 28 54 00 ഇത്രയും നമ്പറിലൊന്ന് വിളിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് എടുക്കുക. രാവിലെ 10 മണി തൊട്ട് 5 മണി വരെയാണ് വർക്ക് ചെയ്യണം, ആ നമ്പർ വർക്ക് ചെയ്യണത്. അച്ഛനുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. കാര്യം നിങ്ങളിവിടെ വന്നിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് പറയണേൻ്റെ കാര്യമാണ്. പ്രത്യേകിച്ച് രോഗികളൊക്കെ ഇല്ലേ, പഴുപ്പും അതുപോലെ തന്നെ ശരീരവേദനയും നൊമ്പരവും ശ്വാസം മുട്ടൊക്കെ ഉള്ള രോഗികൾ കഷ്ടപ്പെട്ട് വന്നിട്ട് അച്ഛനില്ലാതെ ഇവിടെ ഇരിക്കുമ്പോൾ അതൊരു നീച പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, അങ്ങനെയുള്ളവർ വിളിച്ചിട്ടേ വരാവൂ. കാര്യം എനിക്ക് നിങ്ങളെ കാണുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളുടെ കയ്യിലെ രേഖ ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി തിരിക്കണത്, ആ ഉടമ്പടി പ്രകാരം ആദ്യം ദൈവരാജ്യമാണല്ലോ. അപ്പം ആദ്യം ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ചീട്ട് കിട്ടുക. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉടമ്പടിയിലൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ചില ആൾക്കാർ അവർ സ്വന്തമായിട്ടിരുന്ന് തുരുമ്പ് പിടിക്കുന്നുണ്ട്. കാര്യം അവരുടെ നല്ല സാക്ഷ്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്, അവർ പക്ഷെ പറയത്തില്ല. അപ്പം അതുകൊണ്ട് എന്നാ പറ്റും? സ്വർണം ക്ലാവ് പിടിക്കണ പോലെ അതിൻ്റെ തിളക്കം കുറഞ്ഞു വരും. പറയപ്പെടാത്ത സാക്ഷ്യം എന്ന് പറയുന്നത് വെടിമരുന്ന് ശാലയിലിരിക്കുന്ന വീടിക്കുറ്റി പോലെ ഏ സമയത്ത് പൊട്ടിത്തെറിക്കും, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം അതുകൊണ്ട് സാക്ഷ്യം എത്രയുമ്പോൾ പറഞ്ഞു മാറ്റി ദൈവത്തുള്ള കടം കൊടുത്ത് വീട്ടിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പം ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ളവരാണെങ്കിൽ പിന്നെ നമുക്ക് ഏത് പട്ടിക്കാട്ടിൽ നിന്ന് വിളിച്ചാലും ദൈവം നിങ്ങൾക്ക് ക്ലെയിം ഉള്ള കാരണം കർത്താവ് നിങ്ങളുടെ കണ്ണെതിർ കാണും. നിങ്ങൾ ദൈവത്തിനെ പറ്റിച്ചു, നിങ്ങളുടെ വയറ്റിപ്പിടിപ്പിന് മാത്രം ദൈവത്തെ ദുർവിനിയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ക്ലെയിം പോകും. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ കുടിശ്ശിയുള്ളവർ പറഞ്ഞു തീർക്കുക. അതുപോലെ തന്നെ ഈ ഉടമ്പടി ധ്യാനം പല ദിവസങ്ങളായിട്ട് കണ്ടാലും മതി, പക്ഷേ ഷെയർ ചെയ്യണം. ഉടമ്പടി ധ്യാനത്തിലല്ലേ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ ഞാൻ വീണ്ടും പോയി കാണും. എന്താ കാര്യം? പല കാര്യവും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈശോ പലപ്പോഴും ഇവിടെ നിന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടാമത് ഈ ധ്യാനം കൂടും. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ കൂടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളും കൂടണ്ടേ. അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം അതിൻ്റെ വിഷയം പോലെ തന്നെ ഓൺലൈനിൽ കൂടാൻ വേണ്ടി നോക്കുക. അനുഗ്രഹം പ്രാപിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും ജീവിതവും ഓരോ ദിവസവും ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സങ്കടത്തിൽ കിടക്കുന്ന ആൾക്കാരായാലും ജീവിക്കാനൊരു ആവേശം തോന്നാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സീറോ മൈനസായിട്ട് വന്നാലും ദൈവം ഡിവൈഡ് ഓഫ് അവർ മെറിറ്റ്സ്, നമ്മുടെ യോഗ്യത കണക്കാക്കാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ലിഫ്റ്റ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ശരിക്കും നമുക്ക് വല്ലാത്ത പ്രത്യാശ തരാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള 2 സാക്ഷ്യങ്ങൾ വന്നായിരുന്നു. വിഷയം ഒന്നാണ്, 2 വ്യക്തികൾക്ക് 2 രാജ്യങ്ങൾ സംഭവിക്കുന്നതാണ്. വിഷയം ഒന്നാണ്, ഒരു GNM നേഴ്സ്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ്. അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ കാര്യം അറിയാമല്ലോ, അവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അവർക്ക് കുറേ അധികം വർക്ക് ലോഡ് വരും. പിന്നെ എല്ലാവരും അവരുടെ പേര് ഭരിക്കാൻ ചെല്ലും. അവരുടെ മുകളിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സങ്കടം വരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മാറി ഒന്ന് രജിസ്റ്റേർഡ് നേഴ്സായാൽ കൊള്ളാമെന്ന്. പക്ഷെ അതിനൊക്കെ പല പല പരീക്ഷകളൊക്കെ എഴുതണം, അതിനുള്ള കഴിവുണ്ടാകത്തില്ല. അപ്പം അങ്ങനെ 2 കേസുകൾ ഈ പ്രാവശ്യം വന്നു. ഒരു കേസെന്ന് പറയുന്നത് സിൽവിയ എന്ന് പറഞ്ഞ ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ഹസ്ബൻഡ് റിജോ. അപ്പോൾ അവർ ഇതുപോലെ GNM ആണ്, ആസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യണത്. ആസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി അവർ രജിസ്റ്റേർഡ് നേഴ്സാകാൻ വേണ്ടിയാണ് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, പ്രാർത്ഥിച്ചിരിക്കുന്നത്. പക്ഷേ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് വരണത്, ഇവർ പ്രാർത്ഥിച്ച കാര്യം മറന്നുപോകും. കാര്യം മറന്നു പോകേണ്ടതിൻ്റെ കാരണം, ഇപ്പം നമ്മൾ എന്താണ് ഈ വിഷയങ്ങൾ മറന്നു പോകാൻ കാരണം? നമ്മളത് രജിസ്റ്റർ ചെയ്യാത്ത കൊണ്ടാണ്, അല്ലേ? നമ്മുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യാത്ത കാര്യങ്ങളല്ലേ മറന്നു പോണത്. എന്തുകൊണ്ടാണ് ഇവർ GNM മാറിയിട്ട് രജിസ്റ്റർ നേഴ്സ് ആകണമെന്ന് മാതാവിനോട് പറഞ്ഞ കാര്യം ഇവർ മറന്നുപോയി. കാര്യം എന്താണ്? അത് നടക്കത്തില്ലെന്ന് ഇവർ തന്നെ. കാര്യം അതിന് കുറേ പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ. ആ പരീക്ഷകൾ എഴുതാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ 200 ആപ്ലിക്കേഷൻസ് പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. 200 റിജക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ എത്രയോ വർഷമെടുത്ത്. റിജക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 10-20 അല്ലേ, 200 ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് 200 പല രാജ്യങ്ങളിൽ പല ഹോസ്പിറ്റലിൽ റിജക്റ്റ് ആയത് കൊണ്ടാണ് ഇത് കിട്ടാക്കനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യാതെ, തലയിൽ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാതെ അത് മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ തന്നെ അതിനൊരു മെറിറ്റ് ഇല്ല ശരിക്കും. കാര്യം നമ്മൾ ആ വിഷയം മറന്നുപോയല്ലോ. ഉടമ്പടിയിലുള്ള വിഷയം എന്ന് പറയണത്, ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസങ്ങളിലും ഉടമ്പടി വിസ്മയമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ചുമ്മാ നോക്കിയപ്പോൾ 11 എഴുതി കാണിച്ച്. നമ്മൾ വേറെ ഒരു അനുഭവങ്ങളിലും കേൾക്കാത്ത ചില അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലുള്ളത്. അതായത് ദൈവം ആ ഉടമ്പടി, തൻ്റെ ഉടമ്പടിയിൽ തന്നോട് കൂടെ ജീവിക്കുന്ന ആളിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചേക്കുകയാണ്.
അവരുടെ വിഷയം ഏറ്റവും സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ വിഷയം നമ്മൾ മറന്നാലും മാതാവ് അത് മറക്കാതെ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോഴല്ല ഈ വിശ്വാസ ജീവിതം എന്ന് പറയണതേ ഒരു വല്ലാത്ത പ്രത്യാശയാണ് നമുക്ക് തരണത്. നമ്മൾ ഒന്ന് വൃത്തിയും വിനയമായിട്ട് ദൈവതിരുസന്നിധി നിന്നാൽ മതി. ദൈവതിരുസന്നിധിയിലെ ആൾക്കാർക്ക് പറ്റണത് ഇപ്പം ഇവർ മറന്നു പോകുമ്പോഴും ഈ സിൽവിയ റിജോ ദമ്പതികൾ അവർ ഉടമ്പടി ജീവിതം അവരുടേത് കറക്റ്റാണ്. അവരുടെ ഇൻറ്റൻഷൻസ് നിയോഗങ്ങളാണ് മറന്നത്, പക്ഷെ അവർ ഉടമ്പടിയുടെ നിബന്ധനകൾ മറന്നിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളുടെ നിയോഗങ്ങൾ നമ്മൾ ദൈവത്തിരുസന്നിധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം? അത് ദൈവം അത് ഓർത്തുള്ളൂ. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ദൈവത്തോട് നമ്മൾ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിബന്ധനകളാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലേ? ചില ആൾക്കാർ എന്നാ വരുമെന്നറിയാവോ? നിയോഗം ഓർക്കും, നിബന്ധന മറന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരെ മറിച്ച സംഭവിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിയോഗം മറന്നു പോകണം. എന്താ കാര്യം? അത് ഏൽപ്പിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കരുത്താർന്ന് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നിബന്ധന. പക്ഷേ പലർക്കും സംഭവിക്കണത് എന്താണ്? അവർ നിബന്ധന മറന്നു പോകും. എന്താ ഓർക്കണേ? നിയോഗം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഇതൊരു ഉടമ്പടി ധ്യാനമാണ്. അപ്പം നിങ്ങളെപ്പോഴും നിബന്ധന മറന്നുപോയോ അതോ നിയോഗമാണ് മറന്നതെന്ന് ചിന്തിക്കണം. നിയോഗമാണ് മറന്നു പോയെങ്കിൽ നല്ലതാണ്. എന്താ കാര്യം? അത് ദൈവം ഓർത്തുകൊള്ളും. ഇപ്പം സിൽവിയയുടെ കാര്യത്തിലേ അവളത് മറന്നുപോയി, നിയോഗം മറന്നുപോയി. കാര്യം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ. അപ്പം അതുകൊണ്ട് പക്ഷെ മാതാവ് അത് മറക്കാതെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് ഇങ്ങനെ 11 നിങ്ങൾ എഴുതി കാണിക്കും. പക്ഷെ അവളത് നോട്ട് ചെയ്യും. അമ്മയാണ് എഴുതി കാണിക്കുന്നതെന്ന് നോട്ട് ചെയ്യും മനസ്സിലെ. ഇതെന്ത് ഈ 11 വരാൻ കാര്യം എന്താ 11 പറയണത് എന്ന്? അത് എന്താ സംഭവിച്ചെന്നറിയോ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നവംബർ മാസം വന്നപ്പോഴേ, അതല്ലേ 11ാം മാസം എന്ന് പറയണത്, ഇവിടെ മാതാവ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാക്ഷികൾ നമ്മൾ ഉടമ്പടി മാത്രമേ കേൾക്കത്തുള്ളൂ. അതായത് നമ്മൾ മറന്നു പോയാലും ദൈവം ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് കളയും. ഈ ദിവസങ്ങളിലേ ഇപ്പോൾ ഭയങ്കര യുദ്ധത്തിൻ്റെ ആശങ്കകളൊക്കെ അല്ലേ. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് കുറേ മിസൈൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട്. അതെന്ത് മിസൈലാണെന്നറിയാമോ? അതായത് ഗൈഡഡ് മിസൈൽ ഉണ്ടായിരുന്നില്ല പണ്ട്. പ്രോഗ്രാം ചെയ്തിട്ട് ഒരു പാലമൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ പാലത്തിലേക്ക് പോകാനുള്ള ദൂരവും അതിൻ്റെ റൂട്ടും ഒക്കെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഗൈഡ് ചെയ്തു പോകും. GPS വഴി ട്രാക്ക് ചെയ്തു പോകും. അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയണത് GPS വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല, ദിശ മാറിപ്പോകും. അത് നെറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഇപ്പം ഇറക്കുമതി ചെയ്തിരിക്കുന്ന മിസൈൽ എന്താണ്? GPS വർക്ക് ചെയ്തില്ലെങ്കിലും ഇത് തന്നെത്താൻ തന്നെ ട്രാക്ക് ചെയ്ത് പോകും. GPS-ൻ്റെ ആവശ്യമില്ല. ഈ ഉടമ്പടി ഏതാണ്ട് ഇതുപോലൊരു ഏർപ്പാടാണ്. അത് നമ്മൾ മറന്നു പോയാലും ദൈവം അത് ഓർത്തോണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. നമ്മൾ മറന്നു പോകാത്ത കാര്യം എന്താ? പോകരുതാത്ത കാര്യം എന്താണ്? ദൈവത്തോട് ചെയ്തിട്ടുള്ള നിബന്ധനകളെ മറന്നു പോകരുത്. അതിവർ ഈ സിൽവിയയും റിജോയും ആ ഒരു ടൈപ്പ് പാർട്ടിയാണ്. അതിൽ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സീരിയസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോഗങ്ങൾ നമുക്ക് മറക്കാം, പക്ഷേ നിബന്ധന നമ്മൾ മറന്നു പോകരുത്. കാര്യം എന്താണ്? അത് വിശ്വസ്തതയുടെ വിഷയമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വിഷയമല്ല.
ഉടമ്പടി എപ്പോഴും ഓർത്തേക്കണം. ഇപ്പോൾ ആധ്യാത്മികത അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉടനെ ജനങ്ങൾ പറയുന്നത് എന്താണ്? അത് വിശ്വാസം, അവനവൻ്റെ വിശ്വാസമല്ലേ, അതവൻ്റെ ഉള്ളിലിരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇത് എപ്പോഴും ഓർക്കണം, ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വാസത്തിലല്ല, പിന്നെ എന്തിനാണ് വർക്ക് ചെയ്യണത്? വിശ്വസ്തതയിലാണ് വർക്ക് ചെയ്യണത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ നൂറ്റാണ്ട് മൊത്തം ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ്. കാര്യം നമ്മളെ പണ്ട് മുതലേ വിശ്വാസമല്ലേ എല്ലാം പറഞ്ഞ് പഠിച്ച് 2 സ്വർണ്ണക്കച്ചവടക്കാരൻ അവൻ്റെ സ്വർണ്ണം വിറ്റഴിക്കാൻ വേണ്ടി ഇപ്പം ചെയ്ത് വരും. വിശ്വാസമല്ലേ അല്ല, വിശ്വാസമല്ല എല്ലാം. എന്താണ്? വിശ്വസ്തതയാണ് എല്ലാം. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസ്വേറിങ് ഫെയ്ത്താണ് വിശ്വസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാത്ത വിശ്വാസം. നമ്മൾക്ക് വരുന്ന വിഷയം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങൾ ചില സമയത്ത് ഇതിൻ്റെ വോളിയം ഓഫ് വർക്ക് കുറഞ്ഞു വരും. ഈ ആഴ്ച ചെയ്ത ഒരു ഫെർവൻസ്, ഈ ആഴ്ച ചെയ്തൊരു തീഷ്ണത അടുത്ത ആഴ്ചയിൽ ഉണ്ടാകത്തില്ല. ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണത്. കാര്യം അതായത് വിശ്വസ്തതയായത് കാരണം വിശ്വസ്തതയ്ക്ക് നമ്മുടെ വോളിയം നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തയുടെ ഒരു തീവ്രതയുണ്ടല്ലോ, വിശ്വസ്തയുടെ തീവ്രത അത് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. അതിൽ നിന്ന് വിശ്വസ്തത അല്പം കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ റിലേഷനിൽ വന്നിരിക്കുന്ന നമ്മൾ വിഷയബന്ധിയാണെന്ന് വന്നു പോകും. അതാണ്, മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വസ്തത കുറഞ്ഞു പോയാൽ, ഇപ്പോൾ പ്രാർത്ഥനാ ജീവിതമായാലും പരസ്നേഹ പ്രവൃത്തികളായാലും, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഉടമ്പടിയിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ 2 വിശുദ്ധ, കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ ഈ 2 വിശുദ്ധന്മാരുടെയും തിരുനാൾ ഒരുമിച്ച് ആഘോഷിച്ച് സഭ. എല്ലാ കൊല്ലവും ഉള്ളതാണ്. അപ്പോൾ റെഡ് ഉടുപ്പ്, 2 പേരും രക്തസാക്ഷികളായത് കാരണം റെഡ് ഉടുപ്പൊക്കെ ഇട്ടാണ് കുർബാന ചെല്ലണത്. അതായത് 2 അപ്പോസ്തലന്മാരാ. പക്ഷെ ഞാനത് ഈ അപ്പോസ്തലന്മാരുടെ പേര് സങ്കീർത്തി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് യാക്കോബിൻ്റെയും പീലിപ്പോസിൻ്റെയും തിരുനാളാണെന്നപ്പോൾ എനിക്ക് ചിരി വന്ന ഉടനെ എൻ്റെ ഉള്ളിൽ. എന്താ കാര്യം? ഈ 2 കക്ഷികളും 2 തരം ആധ്യാത്മികതയുള്ള ആൾക്കാരാണ്. ഉടമ്പടിയിലാണെങ്കിൽ ഇവരുടെ 2 പേരെയും ഉടമ്പടിയിൽ കണ്ടൻറ്റ് വൈസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. യാക്കോബ് എന്തിൻ്റെ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബ് പറയണത്, യാക്കോബിൻ്റെ കാലത്ത് ഈ സഭാ കൂട്ടായ്മയൊക്കെ ഉണ്ടാകും, ആദിമസഭയിൽ സഭാ കൂട്ടായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ പാപ്പടരും ഉണ്ടാവും, ഇത്തിരിയൊക്കെ ശേഷിയുള്ളവരും ഉണ്ടാവും. പക്ഷേ അവർക്കാർക്കും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ അത് മാത്രമാണ് വിശ്വാസം എന്നുള്ള രീതിയിൽ, വിശ്വാസത്തിന് മറ്റു തരത്തിലുള്ള മാനങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ല. ആദിമസഭയിൽ വന്നാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ മഞ്ഞുകാലത്തൊക്കെ തണുപ്പൊക്കെ കയറി പ്രാർത്ഥനാക്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും, തണുപ്പാണല്ല, പോയി തീ കായാൻ പാടില്ലെന്ന് ചോദിക്കും. അപ്പോൾ യാക്കോബ് ഇത് കേട്ടിട്ട് പറയും, ഇവനെന്ത് മണ്ടനാ, തീ കായാൻ വായി കിടക്കുന്ന നാക്കുകൊണ്ട് ഇక തണുത്ത് വിറച്ച് വരുന്നതിനോട് തീ കായാൻ പറയാൻ ആർക്കാ പറ്റാത്തത്? ആർക്കും പറ്റും. അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട, വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യമില്ല. അതല്ല, നീ തീ കൂട്ടി കൊടുത്തിട്ട് അവന് ആശ്വാസം കൊടുക്കണം, പ്രാക്ടിക്കലായിരിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ വിശന്ന് വരുന്നവനോട് പറയും ഭക്ഷണം കഴിക്കാൻ പറയും, പുറത്തു പോയി. ഇപ്പം നിങ്ങൾ വിശന്ന് വരികയാണ്, എന്നാൽ നിങ്ങൾ കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അതാർക്കാ പറയാൻ പറ്റാത്തത്? അപ്പം വിശ്വാസവും ജീവിതവും തമ്മിൽ ഒരു കാലത്ത് ബന്ധമില്ലായിരുന്നു, ആദിമസഭയിൽ പോലും ബന്ധമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്റ് പോളും കുറേ കാലങ്ങളിലൊക്കെ ഇതിങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. വിശ്വാസം വഴിയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അല്ല, അത് ആദ്യത്തെ ലേഖനമാണിത്. സുവിശേഷങ്ങൾ എഴുതണം മുമ്പ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. 55 കർത്താവ് മരിക്കണത് 32, അതുപോലെ തന്നെ അതിനുശേഷം
50, 18 ഈ 18-5-23 കൊല്ലം കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകമാണ് ഈ റോമാക്കാരുടെ ലേഖനം. അപ്പം ആദിമസഭയുടെ ഒരു കാലമാണ്. അപ്പം അവിടെ എന്താ പറയുന്നത്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച്? പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഒന്ന് പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ആദിമസഭയുടെ ആദ്യകാലങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ മാനങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയാണ്. വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ഇത് പറഞ്ഞുകൊണ്ട് കുറേ നാളിങ്ങനെ പൗലോസ് നടക്കുമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ പൗലോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഗോസ്പല് കേൾക്കുന്ന ആൾക്കാരാണ്. ആ യഹൂദന്മാരൊന്നും അല്ല. യഹൂദന്മാർക്ക് ഗോസ്പൽ ദൈവവചനം അറിയാം. അപ്പോൾ ദൈവവചനം അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് റോമിലൊക്കെ ഉള്ളത് അന്നത്തെ കാലത്ത്. അപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഫെയ്ത്ത്, ജസ്റ്റ് ബിലീവ് എന്ന് പറയും. ഗെറ്റ് സേവ്ഡ്, വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക എന്ന് പറയും. അതാണ് ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷേ യാക്കോബിൻ്റെ കാലം വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, ഈ പൗലോസ് പറയണ അത്ര ശരിയല്ലല്ല. എന്താ കാര്യം? കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ അല്ല. ഈ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടില്ലല്ലോ. ഇപ്പം കർത്താവിൻ്റെ കൂടെ നടന്നത് ആരാണ്? യാക്കോബാണ് നടന്നത്. അപ്പം യാക്കോബ് പറയും, ഈ കർത്താവിൻ്റെ കൂടെയുള്ള വിയർപ്പും ഗന്ധവും ഒക്കെ അറിഞ്ഞ ഞങ്ങളാണ്. കർത്താവിൻ്റെ കഥകൾ പറഞ്ഞിരിക്കുന്ന കഥകൾ കേട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച സമയത്ത് ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് യേശു ഒരിക്കലും പറയത്തില്ല. യേശുവിൻ്റെ മൈൻഡ് സെറ്റ് അതല്ല, ഉള്ളിലിരിപ്പ് അതല്ല. അതിന് പത്രോസ് പറഞ്ഞു, ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് സമറിയക്കാരുടെ കഥകളാണ്, അല്ലാതെ പൗലോസൊന്നും കേട്ടിട്ടില്ല കർത്താവിൻ്റെ വായിൽ നിന്ന്. ഞങ്ങൾ സമറിയക്കാരൻ്റെ കഥകൾ ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു സമറിയക്കാരൻ ഒരു വഴിയെ ഒരു യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട്, അതുപോലെ തന്നെ ഒന്ന് വായിച്ചാലോ, ലൂക്കാ 10:30. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരാളെ ഉപദ്രവിച്ചിട്ട് അയാളെ ഉള്ളതെല്ലാം കൊള്ളടിച്ചിട്ട് അയാളെ വഴിയരികെ തള്ളിയിട്ട് കള്ളന്മാർ പോയി. വായിച്ചോളൂ അടുത്തത്. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. പിന്നെ അതിന് ലേവായം വന്നു. പിന്നെ ആരാ വരണത്? എന്നാൽ ഒരു സമരിയാക്കാരൻ യഹൂദന്മാരുമായിട്ട് ഭയങ്കര ഉടക്കുള്ള പാർട്ടിയാണ്. പക്ഷേ ഈ ഉടക്കുള്ള പാർട്ടി വരുമ്പോഴും ഉടക്ക് ഒന്നും മനസ്സിൽ വെക്കാതെ ഈയിടെ കിടപ്പ് കണ്ടപ്പോഴേ, അതാണ് വിഷയം. ഉടക്ക് നേരത്തെ ഇവർ തമ്മിൽ വംശീയമായ ഉടപ്പ്, സമുദായ ഉടക്കൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഏത് സമുദായ ഉടക്കുണ്ടായാലും പരസ്പര വിരുദ്ധരായാലും സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറന്നിട്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ ആവശ്യം അതനുസരിച്ച് അവനെ ആശ്വസിപ്പിക്കാനുള്ള ബാധ്യത വിശ്വാസിക്കുണ്ടെന്നാണ് ഈശോ പറഞ്ഞു വെച്ചത്. അല്ലേ? വായിച്ചേ. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു വിഷയം, ഒരു സങ്കടകരമായ അവസ്ഥ കണ്ടാൽ വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ആദ്യ പ്രകടനം എന്താണ്? അവനെ കണ്ട് മനസ്സലിയണം. അല്ലെങ്കിൽ പറവോൻ്റെ ഹൃദയം പോലെ കഠിനമായി കഴിഞ്ഞാൽ വിശ്വാസിയായിട്ടും വലിയ കഥയൊന്നുമില്ല. അതാണ് വിഷയം. സുവിശേഷം വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോടും ഇതിനകത്ത് ഒത്തിരി ന്യൂ കമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയണത്. കേട്ടോളൂ, വായിച്ചോളൂ. മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു.
അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പൊ ഇതാണ് വിഷയം. ഒരു ബന്ധവുമില്ല, പരസ്പര ശത്രുത ഇരുന്നൊരു സമുദായമാണ്. എന്നിട്ട് പോലും അവൻ അടിപെട്ട് പോയാൽ അവനെ താങ്ങിക്കൊണ്ടുപോയി പരിചരിച്ചിട്ട് അതിന് എക്സ്ട്രാ വരുന്ന ചെലവുകളും ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മനോഹരമായ വാക്ക്. എന്താണ് ഇവൻ? ആ വചനം ഏതാ നമ്പർ വായിച്ചു? ലൂക്കാ 10:35. ലൂക്കാ 10:35 ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയണത്. എന്താണത്? ഇവൻ്റെ കാര്യം നോക്കി പറഞ്ഞ ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ്? വിശ്വാസം ഈശോ എന്താ പറഞ്ഞു വെക്കണത്? എബ്രഹാം വിശ്വസിച്ച് നീതിയായി പരിഗണിച്ചു എന്നല്ല പറയണത്. ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. നീ എന്ത് വിശ്വാസിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. നിന്റെ മുമ്പിൽ വീണ് കിടക്കുന്നവന്റെ കാര്യം നോക്കണം. അവനാണ് വിശ്വാസി എന്നാണ് പറഞ്ഞത്. ഇതാണ് യാക്കോബ് പഠിച്ചത്. പൗലോസ് അത് പഠിച്ചിട്ടില്ല. പൗലോസ് പഠിക്കാത്തത് കൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം മൂലം നീതീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. യാക്കോബ് പറഞ്ഞു നീതീകരിക്കത്തില്ല. യാക്കോബ് എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? 2:16 വായിച്ചേ. നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആശ്വാസവചനം കൊണ്ട് എന്ത് പ്രയോജനമെന്നാ? ഒരു പ്രയോജനവും ഇല്ല. വിശ്വാസം സ്വീകരിച്ചിട്ടേ നാട്ടുകാരുടെ ആശംസകൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ പറയണത്. അടുത്ത വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. 2:17 യാക്കോബിന്റെ എന്താ ഏറ്റു പറഞ്ഞ? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇവിടെയാണ് യാക്കോബ് വെട്ടിത്തിരിക്കണത്. തേങ്ങ ഒട്ടക്കണ പോലെ ഒട്ടച്ചതി മാറ്റണം കണ്ടില്ല? 2 കഷ്ണമാക്കും. എന്താണ്? വിശ്വാസത്തെ 2ആയിട്ട് തിരിക്കും. എന്ത് ചെയ്യും? ഒന്ന്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതാ വിഷയം. എന്താണ്? വിശ്വാസത്തെ തന്നെ യാക്കോബ് 2ആയിട്ട് പറയും. എന്താണ്? സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇവിടെയാണ് പൗലോസ് പണി മേടിക്കണത്. ഇത് യാക്കോബ് ഈ കാര്യത്തിൽ യാക്കോബ് കറക്റ്റായിട്ട് സ്റ്റാൻഡ് എടുക്കും. എന്താണ്? വിശ്വാസമില്ലെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ വിശ്വാസം 2 തരമുണ്ട്. എന്താണ്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവ വിശ്വാസമാണ്. പിന്നെ പ്രവൃത്തികളുള്ള വിശ്വാസം സജീവ വിശ്വാസമാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിനും മനസ്സിലായി തൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ് എന്ന് മനസ്സിലായി. ഇപ്പം പൗലോസ് പിന്നീട് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ അത് തിരുത്തലുണ്ട്. ഇപ്പം അതാണ് പൗലോസ് പറഞ്ഞത്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ 5:6 ഗലാത്യ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അതാണ് ഈ ഉടമ്പടി ചെയ്യണത് നമ്മൾ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചില അതായത് ഒന്ന് പറഞ്ഞ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ ഉടമ്പടിയുടെ ഒരു സൗന്ദര്യം എന്താ? അതായത് ഇൻ കേസ് ഇപ്പം നിനക്ക് മറന്നു പോയെന്നില്ല. ഇപ്പം അവരെന്താ പറഞ്ഞ സിൽവിയ റിജോയ് ഇങ്ങനെ മറന്നുപോയി. എന്ത് മറന്നുപോയി? രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെന്നുള്ള ആഗ്രഹം തന്നെ മറന്നുപോയി. ദാറ്റ് മീൻസ് അവരുടെയൊക്കെ നെറ്റ് വർക്ക് ചെയ്യണില്ല. പക്ഷെ മിസൈൽ നെറ്റില്ലാതെ GPS ഇല്ലാതെ തന്നെ ഗൈഡ് ചെയ്ത് ഹിറ്റ് ചെയ്യണം. കണ്ടില്ലേ? ഇതാണ് ഈ പ്രവർത്തനത്തിൻ്റെ സംഭവം. അതായത് GPS ഇല്ലാതെ തന്നെ, GPS ട്രാക്കിംഗ് ഇല്ലാതെ തന്നെ, നെറ്റ് വർക്ക് ചെയ്യാതെ തന്നെ മിസൈൽ ഹിറ്റ് ചെയ്യണ പോലെയാണ് നമ്മളുടെ വിശ്വാസം. പ്രവർത്തനക്ഷമം സജീവമാണെങ്കിൽ
നമ്മുടെ വിഷയം നമ്മൾ മറന്നാലും നിന്റെ ദൈവം മറക്കത്തില്ലെന്ന് മാത്രമല്ല, നിന്റെ ലക്ഷ്യം നിന്നെ എത്തിച്ചിരിക്കും. അതാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട സിൽവിയയുടെ സാക്ഷ്യം പോലെ തന്നെ വേറൊരു സാക്ഷ്യമാണ്. അത് ഇതേ നേച്ചറിലുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയാനയുടെ സാക്ഷ്യമാണ്. ഡയാന, അലക്സ്, ഇവരും ദമ്പതികളാണ്. നിങ്ങൾ ഈ സാക്ഷ്യം പറയുമ്പോഴേ എല്ലാവരും തന്നെ ദൈവസ്നേഹമുള്ളവരെല്ലാവരും തന്നെ ഭർത്താവും ഭാര്യയും, ചിലപ്പോൾ ഭർത്താവ് വെറുതെ നിൽക്കുകയുള്ളൂ, പക്ഷേ അയാളെ കയറും, കുഞ്ഞുങ്ങളെയുമായിട്ട് കയറും. എന്താണ്? അവർക്കറിയാം ദൈവത്തെ സഭയിൽ മഹത്വപ്പെടുത്തുകയാണെന്നറിയാം. അവരെന്ത് സന്തോഷത്തോടെയാണ് അതൊക്കെ ചെയ്യണത്. ചില ആൾക്കാർ പന്നിയെ കപ്പലുകാരനെ പോലെ നിങ്ങൾ വാ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരത്തില്ല. പന്നിയെ കപ്പലുകാരനെ പോലെ അതായത് നമ്മൾ അങ്ങോട്ട് തള്ളിയാലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ വരത്തില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയും. ചിലർക്കൊക്കെ ഭയങ്കര ദൈവസ്നേഹമാണ്. അവർക്ക് അറിയാം അവർ ദൈവത്തിനെക്കുറിച്ച് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങനെ നിൽക്കും. ദൈവം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മളിപ്പോൾ കുരിശ് മരണം, പീഡാനുഭവം എന്നൊക്കെ പറഞ്ഞ് കുരിശിൻ്റെ വഴിയും നടത്തി ഈ ഒരു ജന്മം മുഴുവൻ കുരിശിൻ്റെ വഴി നടത്തിയാലും ഈ കുരിശ് എടുക്കാനുണ്ടായ സമയത്ത് ഈശോയ്ക്കുണ്ടായിരുന്ന നമ്മോടുള്ള സ്നേഹമില്ലേ, അത് ഒരു 5 മിനിറ്റ് പോലും അനുഭവിക്കാതെ എത്ര ജന്മങ്ങളാണെന്ന പാഴ് ജന്മങ്ങളായി പോണത്. ഇത് ഭയങ്കര ദൈവം വല്ലാത്ത ഒരു പ്രണയത്തിലാണ് ഈ സംഭവം മുഴുവൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സാങ്കേതികമായിട്ട് ചെയ്ത കാര്യമല്ല. ഇത് സാങ്കേതികമായിട്ട് ചെയ്യണമെങ്കിൽ ഇതെടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ അറിവ് അനുഗ്രഹത്തോടു കൂടി നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കണമെന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് പറയാതെ പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് നീതിയുള്ള ദൈവത്തിൻ്റെ ബോധങ്ങളിലുള്ളതാണെങ്കിൽ അതിന് സെൽഫായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പരിഹാരം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകർഷമാണ്. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരാനാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ സഹനങ്ങളിലെ സ്നേഹധാരകളെ മനസ്സിലാക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, നന്ദി പറയുന്നു. തുല്യം
യേശുവേ ജീവനേ സുന്ദരനേ അങ്ങേ ജീവനെ സ്വന്തമേ ജീവനേ സുന്ദരനേ ജീവനെ സ്വന്തമേ ജീവനേ സുന്ദരനേ അങ്ങേ ചായി ആരാധന 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 ഹല്ലേലൂയ 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 ദൈവസ്നേഹത്തോടെ ആലംബനത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ആലംബനത്തോടെ ഈശോ ക്രൂശിക്കപ്പെട്ടവനെ കർത്താവേ രാവിലെ മുറിവേറ്റവനെ കർത്താവേ മുൾക്കിരീടം ചൂടിയവനെ ഈശോ നിന്റെ തിരുമുൻപാർന്ന വലത് കരം ആണിപ്പടതാർന്ന അത്ഭുതകരം അങ്ങനെ മക്കളിലേക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങള് തീരാവ്യക്തികള് ജീവിതങ്ങള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിടാൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിടം ചൂടിയവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ
നിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളിലേക്ക് തളിക്കണമേ. ഈശോ, മാരക രോഗങ്ങള് തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം നിന്റെ സർവ്വ പാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് മോചിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. നിന്റെ ഓരോ മുറിവിനെ ശ്രദ്ധിക്കുന്നു. നിനക്ക് നന്ദി പറയുന്നു. ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാകുന്നു. കർത്താവേ, നിന്റെ മുതുകിലെ ചോരപ്പാടുകളെ കുമ്പിട്ടാരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശത്രുക്കൾ ഉഴുതത് എന്റെ മുതുകിലാകുന്നു. ഈശോ, 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 ശത്രുക്കൾ ഉഴുന്നത് എന്റെ മുതുകിലാണ്. കർത്താവേ, നിന്റെ മുതുകിലെ പാടുകളെ, ഉഴവ് ചാലുകളെ, കർത്താവേ, നിന്റെ മുതുകിലെ പാടുകളെ, ഉഴവ് ചാലുകളെ, ചോരച്ചാലുകളെ കുമ്പിട്ടാരാധിക്കുന്ന, സ്വസ്ത്രം ചെയ്യുന്ന, കുമ്പിട്ടാരാധിക്കുന്ന, സ്വസ്ത്രം ചെയ്യുന്ന ഈശോ, ഈശോ, ഈശോ. ഉന്നതമായ നാമത്തിന് എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ, എല്ലാ വേദസാക്ഷികളുടെ കൂടെ, എല്ലാ രക്തസാക്ഷികളുടെ കൂടെ ഈശോ നിന്റെ നാമത്തെ വാഴ്ത്തുന്നു, നിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി ക്രൂശപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി തെരുവിലാൽ മരുവത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി മുതുകിൽ ഉഴവുകാലം ഉണ്ടാക്കിയവനെ നീ പരിശുദ്ധനാകുന്നു. ചോരപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ നാമത്തിൽ പാപങ്ങൾ മാറിപ്പോകട്ടെ, നിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, നിന്റെ നാമത്തിൽ കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, നിന്റെ നാമത്തിൽ ശിരസ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈശോ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമത്തിലെ കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ, നിന്റെ നാമത്തിലെ കണ്ണ് കാഴ്ച കുറവുള്ളവരെ സൗഖ്യം പ്രാപിക്കട്ടെ, നിന്റെ നാമത്തിലെ ഹൃദയവേദന ഉള്ളവരെ, ഹൃദയ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ, നിന്റെ നാമത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ, നിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ തീരാവേദന മാറിപ്പോകട്ടെ, നിന്റെ നാമത്തിൽ തീരാ ദുരിതങ്ങളും ദുഃഖങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളും നിന്റെ നാമത്തിലെ എല്ലാ ഭാരങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും മാറിപ്പോകട്ടെ. ഈശോ, നീ പരിശുദ്ധനാകുന്നു. ഈശോ, നീ പരിശുദ്ധനാകുന്നു. ഈശോ, നീ പരിശുദ്ധനാകുന്നു. ചില കാര്യങ്ങൾ താമസിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്, പക്ഷെ ഡിസംബർ കഴിഞ്ഞ് പോകത്തില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയമാണിത്.
ഒരു ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ 4 5 ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഡേറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ വരുന്നവർ 4 5 ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റുകൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതിൽ 7 ഉണ്ട്. ശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് വളരെ സോഫ്റ്റായിട്ടുള്ള ഭാഗമായിരുന്നു, പക്ഷെ അതിപ്പോഴും കല്ല് പോലെ ഇരിക്കുകയാണ്. ആ ഭാഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. സന്ദേശത്തിന് നന്ദി ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പച്ച ഞരമ്പുകൾ ഓടിയിട്ട് അലർജി പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും ഗുരുതരമായ രോഗമായി മാറാനുള്ള സാധ്യതകളുണ്ട്. കർത്താവ് ആ വിഷയത്തെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസ്ഥികൾക്ക് വേദനയും അസ്ഥിദ്രവിപ്പുകളും അസ്ഥികളുടെ മൂലം ഉണ്ടാകുന്ന ബലക്ഷണങ്ങൾ കാരണം കൈകാലം ഉയർത്താൻ പറ്റാത്ത വ്യക്തികൾ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കത് ഉയർത്തിക്കൊണ്ട് ജോലി എടുക്കാൻ പറ്റുമെന്നാണ് പരിശുദ്ധ പറയുന്നത്. താടിയെല്ല്, ഇടുപ്പെല്ല താടിയെല്ലുകൾ. ഈ താടിയെല്ലിന് എന്തോ ഡിസ്ലൊക്കേഷൻസ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന കുറേ വിഷമതകൾ മാറുന്നതായിട്ട് കർത്താവിൻ്റെ ദർശനമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. വലത് കക്ഷം ഉയർത്തുമ്പോൾ ആ കക്ഷത്തിൻ്റെ അവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ കാണും. നമ്മൾ സാധാരണ കാണുന്ന എല്ലിൻ്റെ മുഴയല്ല, അല്ലാത്ത മുഴ. കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. കണ്ണെപ്പോഴും കരുകരുത്ത കാരണം എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നടക്കാൻ തോന്നുക. പക്ഷെ വെക്കാൻ ഇഷ്ടമില്ല കൂളിംഗ് ഗ്ലാസ്. പക്ഷെ വെക്കാതെ പറ്റത്തില്ല ചില സ്ഥലങ്ങളിൽ. കണ്ണിൻ്റെ കുഴപ്പങ്ങളാണ്. കണ്ണുകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ്. ചില കേസിൽ മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിനുണ്ടാകുന്ന മറ്റ് ജനിതകമായ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ഉപ്പുകുറ്റി കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എല്ലുന്തിയതുപോലെയോ അല്ലെങ്കിൽ എന്തോ ബലക്ഷയം പോലെയാണ്. ഉപ്പുകുറ്റി കുത്താൻ പറ്റുന്നില്ല, വലത് ഉപ്പുകുറ്റി ഇങ്ങനെ. അതുകൊണ്ട് ഈ കാലിൻ്റെ മടന്ത അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ ഭാഗം കുത്തിയാണ് പലപ്പോഴും നടക്കുന്നത്. ആ വ്യക്തിയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രുതികടലെ ഞരമ്പുകളിൽ ഇങ്ങനെ പാമ്പ് ഇരവിഴങ്ങിയതുപോലെ ചില ഞരമ്പുകൾ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. പാമ്പ് ഇരങ്ങി വിഴുങ്ങിയ പോലെ തോന്നുന്നു. ആ ചില ഭാഗങ്ങൾ ഇങ്ങനെ ബൾജ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. ഒരു നിമിഷം മൗനമാകാം. കർത്താവിൻ്റെ സാന്നിധ്യത്തെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എവിടെയാണ് നിങ്ങൾക്ക് രോഗമുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ദൈവികമായ നിറവിൻ്റെ നിമിഷങ്ങളെ കർത്താവിൻ്റെ തിരുസഭ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്വീകരിക്കുക. ദൈവസ്നേഹത്തിൽ നിറയുക. ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വീട്, ജോലി, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക കടങ്ങൾ, പരീക്ഷാ ഫലങ്ങൾ, എഴുതാനുള്ള പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ആ വിഷയം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ മേഖലയിലെല്ലാം ദൈവികമായ ഇടപെടലുണ്ടാകുന്ന ദൈവികമായ സമയമാണത്. കടകമ്പോളങ്ങൾ നടക്കുന്നവരും കടലിൽ കച്ചവടമില്ലാത്തവരും ഏജൻസി നഷ്ടപ്പെട്ടു പോയവരും മറ്റുള്ള കയ്യിൽ നിങ്ങൾ അധ്വാനിച്ച പണം കുടുങ്ങിപ്പോയവരും പോലീസ് കേസ് അകപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. സ്ഥാപനിക വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവരും അതിർത്തി തർക്കമുള്ളവരും ഉടമ്പടി ലംഘിച്ചിട്ടുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കോടതി കേസുകൾ, പോലീസ് വഴക്കുകളാണ്. കർത്താവിന് തിരുസേനയെ സമർപ്പിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കുമ്പോൾ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ, ഞങ്ങളുടെ ആരാധന, ഇടയിലുള്ള ആരാധന. അവിടുത്തെ ജീവിക്കുന്ന യേശുവേ, സാന്നിധ്യത്തിന് നന്ദി, മഹത്വം, മഹത്വം, നന്ദി മഹത്വം. പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുവേ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന, Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട നമ്മളൊരു അപ്പോസ്റ്റിക് സ്കൂളിലാണ് പഠിക്കണത്. ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. എന്താണ്? പ്രവൃത്തികൾ മൂലമുള്ള വിശ്വാസമാണ് എന്താണ്? സജീവ വിശ്വാസം. അതൊരു അപ്പോസ്റ്റിക് സ്കൂളാണ്. ഉടമ്പടി ഇത്രയും ഗൈഡഡ് മിസൈലായിട്ട് ഇത് വർക്ക് ചെയ്യണതിൻ്റെ കാര്യം, ഇത് ട്രാക്ക് ചെയ്യാതെ തന്നെ GPS ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ആ ഭാഗത്ത് നിന്ന് അപ്പോസ്തലികമായിട്ടുള്ള ആ ഒരു പാരമ്പര്യമുണ്ട്. എന്താണ്? വിശ്വാസം പ്രവൃത്തി മൂലം സാധൂകരിക്കപ്പെടുന്നു. അതാ യാക്കോബ് 2:17 നമ്മൾ കണ്ടത്, പിന്നെ ഗലാത്യർ 5:6 കണ്ടത്. ഇതുപോലെ തീഷ്ണമായ മറ്റൊരു സ്കൂളാണ് ഫിലിപ്പോസിൻ്റെ സ്കൂള്. ഫിലിപ്പോസിൻ്റെ സ്കൂൾ എന്താണ്? എത്ര കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാൽ ശരി, അയാളുടെ കൂടെ ചേർന്ന് നടക്കും. ഒരു കോൺഫിഡൻസും ഇല്ല, അല്ല ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല. സുവിശേഷകൻ്റെ ഏറ്റവും വലുതാണ്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ വരുന്ന സിറിയയിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ്, അയാളുടെ കൂടെ ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഉടനെ ഫിലിപ്പോസ് അയാളുടെ കൂടെ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കും. നമുക്ക് ആ ഭാഗം വായിക്കാം. വായിച്ചേ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. മറന്നു പോകരുത്, മനസ്സിൽ കുറിക്കണം. എന്താണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. 27 തിരുവചനങ്ങൾ. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. ആരാണ്? ഫിലിപ്പോസ്. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ ഏശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തി. അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? രഥത്തിൽ കയറി തന്നോട് കൂടെ ഇരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അതായത് ഫിലിപ്പോസ് കണ്ടില്ലേ, ഫിലിപ്പോസിന് ഒരു നോട്ട് കിട്ടിയപ്പോൾ തന്നെ ഫിലിപ്പോസിനോട് എന്താ പറഞ്ഞത്? ആ രഥത്തിലൂടെ പോകുന്നത് ഫൈനാൻസ് മിനിസ്റ്ററാണ് എത്യോപ്യയിലെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ പോയി. അപ്പോഴെന്താ പറയണത്? നടക്കണ്ടേ, അയാൾ വല്ലതും പറയുക, അയാളെന്നെ പിടിച്ചോണ്ട് പോവുക, അങ്ങനെയല്ല, ഓടിയെത്തിയെന്ന് പറഞ്ഞ. അടാ, പറഞ്ഞത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. പ്രേക്ഷിതൻ അങ്ങനെയാണ്. ഒരാളെ ഈശോയെ അറിയിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലൻ്റെ ഒരു ഓട്ടമുണ്ട്. അതായത് അത് നടന്നല്ല തീർക്കണത്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയണത്, ഞാൻ നല്ല ഓട്ടം ഓടി. അവിടെ വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
2 തിമോത്തിയോസ് 4:7. 2 തിമോത്തി 4:7. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. അപ്പം അത് അപ്പോസ്തലൻ്റെ ഒരു ഫെർവൻസാണ്. അതായത് ആരെ കണ്ടാലും അവരെ ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു തീഷ്ണത. ഇത് നമ്മൾ, എനിക്ക് തോന്നുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഈ 2 കാര്യത്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? എനിക്ക് അപ്പോസ്തല പ്രേക്ഷിതരായ മറ്റുള്ളവർ കർത്താവിന് കൈമാറാൻ വേണ്ടി പീലിപ്പോസിനെ പോലെ പൗലോസിനെ പോലെ എനിക്ക് ഓട്ടത്തീഷ്ണത നൽകണമെന്ന് പറയുന്നത്. ഓടിച്ചെന്ന്, അതായത് ചില ആൾക്കാരൊക്കെ പത്രം കൊടുക്കാനൊക്കെ താമസിക്കത്തില്ലേ, അല്ലേ? 30 പത്രം 30 ദിവസം കൊണ്ടല്ലേ കൊടുക്കുന്നത്. അത് ആർക്ക് കൊടുക്കുമെന്ന് അറിയാൻ പോലെ അന്ധന്മാരെ പോലെ ഇങ്ങനെ വടിയും കൊണ്ട് കുത്തിറക്കുന്ന ആൾക്കാരെ പോലെ അല്ലേ ചില ആൾക്കാർ കൊടുക്കണം. അങ്ങനെയല്ല, ചില ആൾക്കാർ അവരുടെ കയ്യിരിക്കണം കൊടുക്കും. പിന്നെ എന്താണ്, വല്ല പള്ളികളിലും അതവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അത് വായിച്ചാൽ തന്നെ ഈ മാസം കർത്താവ് ചെയ്ത ഫ്രഷായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ 10ാം കുറിപ്പാണ്. അതെന്താണ്? അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ, ഇതാണ് ഈ അടുത്ത മാസം നമുക്ക് 10ാം കുറിപ്പായിട്ട് വരണത്. അപ്പോൾ ഒന്ന് ദൈവവചനവും മറ്റ് ദൈവവചനം ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള അടയാള സാക്ഷ്യങ്ങളുമാണ് വരണത്. അതുകൊണ്ട് തന്നെ വെന്ത ബൈബിളാണ് ഈ വരണത്. അപ്പോൾ ആ ഒരു ബോധമുള്ളവൻ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു തീഷ്ണത ഉള്ള, ഇപ്പം ഇവിടെ ഒരു തീഷ്ണത ഉള്ളത് കൊണ്ടാണ് 22 ഭാഷയിൽ ഈ പത്രം ഉള്ളത്. 22 ഭാഷയിൽ കൃപാസനം പത്രമുള്ളത് എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ഇത് നമ്മൾ ലക്ഷ്യമാക്കണം. നിങ്ങളിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ പച്ചത്തിരി നീലത്തിലേക്ക് കത്തിക്കുമ്പോഴും നിങ്ങളവിടെ ലക്ഷ്യമാക്കണത് എന്താണ്? നിങ്ങളുടെ വിസ ഒന്നുകൂടി നീട്ടിക്കിട്ടണം, അല്ലെങ്കിൽ വസ്തു വിറ്റ് കിട്ടണം. അങ്ങനെയുള്ള ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെയായ ദൈവം ക്ഷമിക്കും. ഉടമ്പടി പുതുക്കിയിട്ടും ആ കച്ചവടം തന്നെയാണെങ്കിൽ നടക്കത്തില്ല ഈ പരിപാടി. ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് നീ പ്രേക്ഷിത പ്രവർത്തനത്തെ പുരോഗമിച്ചില്ല, അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ മൂലം വിശ്വാസം സജീവമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നിരങ്ങാൻ സാധ്യതയുണ്ട്. ഓട്ടമല്ലവരാണ്, പിന്നെ നിരങ്ങാൻ പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് എന്ത് ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ദൈവം നോക്കിക്കൊള്ളൂ. നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി, അതാണ് സംഭവം. നേരെ മറിച്ചാണ് വരേണ്ടത്. ഞാൻ ഈ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി. അപ്പോൾ ഉടമ്പടി ചിലപ്പോൾ സിൽവർ ഗ്രേ വരെ വന്നായിരിക്കും, പക്ഷേ ദൈവത്തിനുള്ള പ്രയോജനം വളരെ ചുരുക്കമായിരിക്കും. അവരെപ്പോഴും ആന്തി നടക്കണത് അവർക്കെന്ത് പ്രയോജനം ഉണ്ടായി, അവർക്കെന്ത് പ്രയോജനം ഉണ്ടായെന്നാണ്. ഇപ്പം ദൈവത്തിനാണ് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ദൈവസ്നേഹം ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം അല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. 5 പുതുക്കി എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി, എനിക്ക് കിട്ടിയിട്ടുള്ള കുറേയൊക്കെ അനുഭവങ്ങൾ കിട്ടി, കുറേയൊക്കെ അടയാളം കണ്ട്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെ ആണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി. ദൈവത്തിന് പ്രയോജനം ഉണ്ടായതായിട്ട് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് GPS-ൻ്റെ ആവശ്യമില്ല. നെറ്റ്വർക്കില്ലാതെ തന്നെ ഈ സാധനം ഹിറ്റ് ചെയ്യും. അതെപ്പോഴും നമ്മുടെ ഏറ്റവും ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരണം, അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എന്താണ് ഇതിന് ടെക്നിക്കാണ്. അതായത് ഈ ഉടമ്പടി ജീവിച്ചിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി, ഞാൻ മൂലം എത്ര പേര് ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു. ചിലർക്ക് പത്രം കൊടുത്തിട്ട് പോരും, ചിലർ അങ്ങനെയല്ല. അവർ എണ്ണിയിരിക്കുകയാണ് 100, 110, 150, 200 അങ്ങനെ എണ്ണിയിട്ടുണ്ടവർ. എന്താണ് അവർ മൂലം ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന ആൾക്കാരുടെ എണ്ണമാണത്. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സുവിശേഷ വേല ചെയ്യും, പക്ഷേ നിങ്ങളത് കിട്ടി അത് ആരെങ്കിലും വന്ന് കാണുമായിരിക്കും. അപ്പോൾ അതിന് അത്ര കണ്ട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ നടക്കണം. അതാണ് ആ ബൈബിൾവചനത്തിൽ എഴുതി. പീലിപ്പോസ് 2 കാര്യം ചെയ്തു. എന്താണ്? ഓടി വന്നു, പിന്നെ എന്താണ്? രഥത്തിൻ്റെ ഒപ്പം നടന്നു. അതാണ് വിഷയം. 2 കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ടത്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്. ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനിലേക്ക്
അവനെ ഫോളോ ചെയ്യാൻ നമ്മൾ താമസിക്കരുത്. രണ്ടാമത്തെ എന്താണ്? ഓടി വരണം. പിന്നെ എന്ത് ചെയ്യണം? ചേർന്ന് നടക്കണം. ചേർന്ന് നടക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളൊക്കെ വിളിച്ച് ചോദിക്കുകയും കുശലം അന്വേഷിക്കുകയും അവിടെ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും കൃപാസനത്തിൽ വിളിക്കാൻ പറ്റുമോ? കിട്ടത്തില്ല. ഞങ്ങൾ 800 ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ദിവസം. 800 ഫോൺ. വിളിക്കണത് ആരാണ്? വിളിക്കണത് 2000 പേര് വിളിച്ചിട്ടാണ് നമുക്ക് 800 ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റേണ്ടത്. അപ്പം അതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളുടെ സ്പോൺസറായി എന്നുകൊണ്ട് നിങ്ങൾ അവരെ ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ സൽപ്രവൃത്തികളും നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളും എല്ലാം അവരെ കൂടി കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ ഒന്ന് സ്തുതിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ സിൽവിയയുടെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? സിൽവിയ ജീനമുണ്ടായിരുന്ന കക്ഷി 200 ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത് ഒരു സുപ്രഭാതത്തിൽ മാതാവ് മറന്നു പോകാതെ അവളുടെ അടുത്ത് രജിസ്റ്റേർഡ് നേഴ്സാക്കിയ സാക്ഷ്യം പറഞ്ഞില്ലേ? അവളുടെ പരിപാടി എന്താണെന്നറിയാം? ഒരു കാര്യം നോക്കിയേ. അത് പറയണേ, എൻ്റെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നെന്നാണ്. അവളുടെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയിൽ പോലും ഇപ്പം ചില ആൾക്കാർ PSC ടെസ്റ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പത്രത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരോട് പോലും പറയത്തില്ല. നാട്ടുകാരുടെ മുഴുവൻ കുഴപ്പങ്ങളൊക്കെ അവരോട് പറയും. പക്ഷേ PSC ടെസ്റ്റ് ഇങ്ങനെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂട്ടുകാരോട് പറയത്തില്ല. കാര്യം അവൾ വന്ന് നിന്നേക്കാൾ പഠിക്കണവളാണ് അവൾ. അപ്പോൾ അവൾ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ ജോലി അവളെ അടിച്ചു പറ്റിയാൽ എന്ത് ചെയ്താലും മിണ്ടത്തില്ല. ഉടമ്പടിയിൽ ഈ സംഭവം നടക്കത്തില്ല. ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാണ് നോക്കണം നമ്മൾ. അല്ലാതെ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിൻ്റെ സാക്ഷികളല്ല, ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല. കർത്താവ് എനിക്ക് തരാനുള്ള ചോറ് എനിക്ക് തരും. എന്താ കാര്യം? ദൈവസ്നേഹത്തിലൂടെയാണ് നമ്മൾ ആത്മവിശ്വാസം ആർജിക്കുന്നത്. എൻ്റെ മക്കളെ, ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ എന്നിലൂടെ ഈശോ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് എപ്പോഴും അപ്പായോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, അപ്പ ഈ പറയണത് മാത്രമേ ഉള്ളൂ, വേറെ വല്ലതും ഉണ്ടോ? ഈ ക്രിസ്തുവിനെ ഇങ്ങനെയൊക്കെ നൽകുന്നതിൽ അപ്പ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അപ്പ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ നൽകുന്നതിൽ. ക്രിസ്തുവിനെ നൽകാത്ത വേറൊരു ഓപ്ഷൻ എടുക്കാൻ അപ്പായ്ക്ക് പറ്റുമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംവേദിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് പരിശുദ്ധാത്മാവ് നീ അന്ന് അങ്ങനെ ചോദിച്ചില്ലേ, എൻ്റെ ഉത്തരവ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം ആഴമാണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കണം, രക്ഷയെക്കുറിച്ച് ആലോചിക്കണം. കാര്യം കർത്താവ് നിവർത്തിയാക്കിയ രക്ഷ. അപ്പം നിനക്ക് ചിലപ്പോൾ നാളെ ജപ്തി നടപടി എന്ന് പറഞ്ഞായിരിക്കും നിനക്ക് നോട്ടീസ് കൈയിരിക്കണത്. അപ്പോൾ നീ ചിന്തിക്കണത് എന്താണ്? കർത്താവ് രക്ഷ, ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തവൻ, തീർച്ചയായിട്ടും എൻ്റെ ഈ ജപ്തി നടപടിക്ക് അവൻ്റെ ഈ പരിഹാരം ഉണ്ടാകാതിരിക്കുമോ? അവൻ്റെ പേര് തന്നെ പരിഹാരമെന്നാണ് അല്ലേ? ലോകത്തിൻ്റെ ഈശോയുടെ പേര് തന്നെ എന്താണ്? പരിഹാരമെന്നാണ്. റെഡീമർ, റെഡീം ചെയ്യുന്ന ആളാണ്, പരിഹാരം ചെയ്യുന്ന ആളാണ്.
അപ്പം നമ്മുടെ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഒരു 10,000 കൊല്ലം ദൈവത്തിൻ്റെ താത്വിക പഠനങ്ങൾ നടത്തി. ദൈവം ആരാണ്? തന്നാൽ താനായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു, സർവ്വവ്യാപിയായിരിക്കുന്നു. നമുക്കങ്ങനെ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ഈ കുറേ 1000 കൊല്ലത്തോളം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കടകേറിയതാണ്. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവൻ്റെ നീ ചിന്തിക്കുന്ന കൊണ്ടല്ല ദൈവം ഉള്ളത്, ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ചിന്തിക്കണത്. അപ്പോൾ അതിൻ്റെ അത് നിൻ്റെ ചിന്തയ്ക്ക് ദൈവമായിട്ട് വലിയ വിഷയമൊന്നുമില്ല. നീ ചിന്തിക്കണത് എന്താണ്? യേശുക്രിസ്തുവിനെ തന്നെ സ്പെയർ ചെയ്യാൻ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം. എൻ്റെ അപ്പ യേശുക്രിസ്തുവിനെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാൻ വേണ്ടി മാത്രം അപ്പ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അപ്പയുടെ സ്നേഹത്തിൻ്റെ മഴവിൽ നിറങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പ മനസ്സിലാകും. നീ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൂടിയിരിക്കണമല്ല, അപ്പായായിട്ട് ഇതിനെ കണ്ടിട്ട് അപ്പായ്ക്ക് വേണ്ടി ആണ് യേശുക്രിസ്തുവിനെ പോലും സ്നേഹിക്കുന്നത്, അപ്പായുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങള് അളക്കുവാനും മനസ്സിലാക്കുവാനും എന്നെ അനുവദിക്കണമേ. നീ നടത്തിയ രക്ഷാപദ്ധതികള് അതിൽ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ അഭിഷേകിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഒരുമിച്ച് പാടണം, സ്നേഹത്തോടെ പാടണം. രുചിച്ചു നോക്കിയ സുവിശേഷം ഇങ്ങനെ ഒരു തള്ളി വരുന്നത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ഓരോ കഥകൾ, ഓരോ സംഭവങ്ങൾ, ഓരോ വചനങ്ങൾ, ഓരോ വെളിപാടുകളിലൂടെയൊക്കെ ഇങ്ങനെ പേർത്തും പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നോക്കണ എന്താണ്? എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിയോ? അത് പറയാൻ വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയണത്, ഈ ഉപമകളെല്ലാം പറയണത് അതിനാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്? ഈ സ്നേഹത്തിൻ്റെ ഒരു ഗന്ധം മണക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോകണമെങ്കിൽ അതൊരു ട്രാജഡി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ രക്തത്തിന്റെ ഗന്ധം അറിയുവാൻ എന്റെ അന്തരംഗങ്ങളെ നീ അഭിഷേകം ചെയ്യണം. നിന്നെ കുറിച്ച് ചിന്തിക്കാൻ, നിന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം. എന്തിനാണ് ഈശോ എന്നിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നറിയാവോ? നിങ്ങളവർക്ക് ഇത് നോൺ പ്രാക്ടിക്കലാണെന്ന്. അങ്ങനെയില്ല, ഇതിനേക്കാൾ പ്രാക്ടിക്കലായിട്ട് ഒന്നുമില്ല. കാര്യം നമ്മൾ 24 hours നമ്മുടെ പരീക്ഷ, നമ്മുടെ റിസൾട്ട് അതെന്താകൂ, അതിനനുസരിച്ച് അഡ്മിഷൻ കിട്ടുമോ, ഇനി അത് എൻ്റെ സീറ്റ്, എൻ്റെ റാങ്കിൽ ഇപ്പം നീറ്റ് പരീക്ഷ നടക്കില്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. ഇപ്പം നമ്മുടെ മക്കളും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാവരും, കഴിവുള്ള എല്ലാവരും, പിന്നെ കഴിവിനേക്കാളുപരി ദൈവസ്നേഹങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഉടമ്പടി ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഒരു കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 മഹത്വം യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഇവിടെ. ആധ്യാത്മികതയുടെ ഒരു ഫോർമുല അങ്ങനെയാണ്. നമ്മൾ ഈ ലോക വിഷയങ്ങളോട് നമ്മുടെ ജീവിതത്തിൻ്റെ ലോക വിഷയങ്ങളല്ല, നമുക്ക് ഭൗതിക വിഷയം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, എനിക്ക് ക്യാഷൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല, അല്ല ക്യാഷ് കിട്ടുക. അപ്പോൾ ഇത് മസ്റ്റല്ലേ? അതുപോലെ ഈശോ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം വേണം, അത് മസ്റ്റാണ്, ഐ നോ ഇറ്റ്. നിങ്ങൾക്ക് ജോലി വേണം, ഭക്ഷണം വേണമെങ്കിൽ എന്ത് വേണം? ജോലി വേണം, അത് മസ്റ്റാണ്, ഐ നോ ഇറ്റ്. നിങ്ങൾക്ക് വീട് വേണം. കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ ബാഹുലേൻ എന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ടായി. ബാഹുലേൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത്. ബാഹുലേൻ്റെ വീടിൻ്റെ പേരെന്താണെന്നറിയാമോ? കൃപാസനം. കളിക്കാവിലുള്ള ട്രിവാൻഡ്രത്ത് കളിക്കാവിലുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആൾ പറയണത് എൻ്റെ അന്ന് അദ്ദേഹത്തിന് ഈ ബാഹുലേൻ എന്ന് പറയുന്ന ആളിന് ഒരു 10-65 വയസ്സുണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് മാത്രം വീടില്ല എന്ന് പറയും. അമ്മയോട് വന്നിട്ടും പറയും എനിക്ക് മാത്രം വീടില്ല, ഞാൻ തുഴഞ്ഞിട്ട് എത്തിയില്ല എന്ന് പറയും. അത് അമ്മയുടെ മുമ്പിൽ ആരോ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട് തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കളിക്കാവിലെന്ന് അദ്ദേഹം ഇവിടെ വരണത്. അപ്പം അമ്മയോട് ആദ്യം കരുണ ചെയ്താൽ എൻ്റെ പ്രായക്കാർക്കെല്ലാം വീടുണ്ടെന്ന്. 65, അതായത് ആ സംഘടന നിങ്ങൾ മനസ്സിലാക്കണേ, അത് വല്ലാത്ത സംഘടനമാണ്. 65 വയസ്സുള്ളൊരു മനുഷ്യൻ, അയാൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, അയാൾ തോറ്റു നിൽക്കുകയാണ്. എന്താണ്? അയാളുടെ പ്രായക്കാർക്കെല്ലാം 65 വയസ്സുള്ള അപ്പന്മാർക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട്, അയാൾക്ക് വീടില്ല. അപ്പം അമ്മയെ കണ്ടപ്പോൾ വയസ്സ് 65ആയി. അമ്മേ എനിക്ക് മാത്രം വീടില്ല, 30 കൊല്ലമായി ഞാൻ വീടിന് വേണ്ടി പരിശ്രമിക്കും. 30 കൊല്ലമേ. അമ്മ വേറെ ഒന്നും ചെയ്തില്ല, അപ്പം തന്നെ ആ ഫയലെടുത്ത് ഒപ്പിട്ട് ആ 1 മാസം തന്നെ വീടായി. അതെന്ത് പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്ക് പറഞ്ഞിട്ടും തീരണില്ല ഈ സാക്ഷ്യം. കരകയാണ് നിന്ന് പറയുകയാണ്. അതുകൊണ്ട് അയാളുടെ പേരും ബാക്കി കിട്ടിയ വീടിൻ്റെ പേരും കൃപാസനം. അപ്പം അത് ചില സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെ ആഞ്ഞു തുഴഞ്ഞാലും കര പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം വചനത്തിലുള്ളത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ചില സമയത്ത് മെറിറ്റ്, ഇപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളൊക്കെ വളർത്തി അതുങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കണവരെ ഈ അപ്പം കിടന്ന് വിഷമിക്കുമ്പോൾ ചിലപ്പോൾ വീട് വെക്കാൻ പറ്റിയില്ല, മെറിറ്റില്ല. അയാളുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മുടെ കഴിവോ ബുദ്ധിയോ ആലോചനയോ കഴിവോ സ്വാധീനമോ കൊണ്ട് ചിലപ്പോൾ ജീവിതം തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പറയേണ്ട പോലെ പറയണം, അതാണ് വിഷയം. അതൊക്കെ ശരിയാവും എന്നല്ല, ശരിയാകത്തില്ലെന്ന് ആദ്യമേ തന്നെ മനസ്സിൽ പിടിച്ചിട്ട് പറയണം എൻ്റെ അമ്മ എനിക്കത് ശരിയാക്കി തരും. അമ്മ ഈശോയോട് പറഞ്ഞിട്ട് അത് ശരിയാക്കി തരും. അല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ബാല്യമില്ല, ഇനിയൊരു അംഗത്തിന് എനിക്ക് ബാല്യമില്ല, വയസ്സ് 65ആയി, ഇനി എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണം. അതിപ്പോൾ സത്യസന്ധമായിട്ട് അമ്മയുടെ മെറിറ്റ് അടിയറ വെച്ച് പറയുകയാണ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നിങ്ങൾ മെറിറ്റ് സറണ്ടർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം അതാണ്. എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണം ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപ. അതാണ് എൻ്റെ അർത്ഥം. അതാണ് എഫെസ്യസ് 2, അതാണ് ഉടമ്പടി എന്ന് പറയണത്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറിറ്റ് സറണ്ടർ ചെയ്യണം ആദ്യം. ബാഹുലേൻ ചെയ്ത അതാണ്. എനിക്ക് 65 വയസ്സായി, ഞാൻ എൻ്റെ മെറിറ്റ് സറണ്ടർ ചെയ്യുകയാണ്, എനിക്ക് ഇനി യോഗ്യതയില്ല, ഇനി എനിക്ക് ഈ ജന്മത്ത് എൻ്റെ അധ്വാനം കൊണ്ടൊരു വീട് വെക്കാൻ പറ്റുമെന്ന് കരുതണില്ല, മെറിറ്റ് സറണ്ടർ ചെയ്ത്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ അമ്മക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾക്ക് പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരോ പൊക്കറികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടേ, താൻ പാതി ദൈവം പാതി എന്ന്. എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ല, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം ചില സമയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ ഉണ്ടാകത്തില്ല. അതാ വിഷയം. നിങ്ങൾക്കറിയാവില്ല, ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ പാതി ആര് വെക്കണം? ആ പാതിയും
നീ തന്നെ വെക്കണമെന്ന് പറയും. ദൈവം തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളേക്ക് കൈയും കെട്ടി മടിയന്മാരായിട്ട് കിടന്ന് ഉറങ്ങുകയല്ല. അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകൂ. അതല്ല, നമ്മൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ഒരു മിനിമം സത്യസന്ധത കാണിക്കണം. കാര്യം കർത്താവ്, ഈ വിഷയത്തിൽ നീ ഇടപെടാതെ നടക്കത്തില്ല. പക്ഷേ ഇതെനിക്ക് ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാമല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പം അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത്. എന്തുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിൽ അമ്മയുടെ ആപ്ലിക്കേഷൻസ് ഈശോ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ജനറൽ പോളിസിയിലുള്ളതാണ്. എന്താണ്? ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 6:31-32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യം എന്നൊക്കെ ഒന്ന് പറഞ്ഞ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. യാക്കോബ് അന്വേഷിക്കണത് എന്താണ്? അവിടുത്തെ നീതി അല്ലേ? ഫിലിപ്പോസ് അന്വേഷിച്ചത് എന്താണ്? അവിടുത്തെ രാജ്യം. അതാണ് എൻ്റെ വിഷയം. അത് ഇത് ഉടമ്പടി രണ്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഫിലിപ്പോസ് എന്താ ചെയ്യാനുള്ളത്? അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആ ഫൈനാൻസ് ബിസിനസ് രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയാണ്. അവൻ അവിടുത്തെ രാജ്യത്തെ അന്വേഷിക്കുകയാണ്, ഇല്ലേ? യാക്കോബ് എന്താണ് അന്വേഷിക്കുന്നത്? അവിടുത്തെ നീതി. എന്നാൽ സാമൂഹ്യമായി ഒരു മനുഷ്യൻ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ള വിശ്വാസിയായി തുടരുന്നതിൽ അർത്ഥമില്ല. വിശ്വാസം മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകട്ടെ. ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കൈവല്യ നിന്ദയാമേ ബലവല്ല നിൻകൃപയാലേ. കൈവല്യ നിൻകൃപയാലേ ബലവല്ല നിന്ദയാലേ. ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ലൂക്കാ 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ചില സമയം സന്ധിപ്പിന്റെ സമയത്ത് നമുക്ക് കൂടുതൽ ചിലവാകും. ഇന്നലെ ഒരു സാക്ഷ്യം പറയണത്, ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. അത് പറയണത്, ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യന്, ഓർത്തഡോക്സ് സഹോദരിയാണ്, പണ്ടൊക്കെ ഒരു മനുഷ്യന് ഞാൻ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു, അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന്. ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പം എന്നായിരുന്നു, എൻ്റെ കൈ വന്നതുപോലെ ഞാൻ കൊടുക്കുമെന്ന്. അത് വലിയ നോട്ടായാലും ചെറിയ നോട്ടായാലും കയ്യിൽ എന്താ കിട്ടണത് അത് ഞാൻ കൊടുക്കുമെന്ന്. അപ്പോൾ എന്താ പറ്റി? കൊടുത്തപ്പോൾ എന്ത് പറ്റി? കൊടുക്കും നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുരുക്കി നിറച്ച് അളന്ന് അവൻ നിന്റെ മടിയിൽ. കർത്താവിന്റെ വാക്കതാണ്. 6:36 ലൂക്കാ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാ 6:38.
കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. അതാണ് വിഷയം. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവൻ നിന്റെ മടിയിലിട്ട് തരും. അതായത് ഈ രണ്ട് കക്ഷികൾക്കും നല്ല ജോലി ഉയർച്ച വന്നിരിക്കണത്, ആവശ്യത്തിലേറെ പണമായി. എന്താ കാര്യം? ആ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് പ്രവർത്തനങ്ങളാവുള്ളൂ. ഒന്ന് യാക്കോബിൻ്റെ പ്രവർത്തനം, രണ്ടാമത്തത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനം. ഈ യാക്കോബിൻ്റെ പ്രവർത്തനത്തെ പറയണം, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും, അതാണ് ആദ്യം നോക്കേണ്ട പ്രയോറിറ്റി. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്താണ്? ഫിലിപ്പോസിൻ്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് മുൻതൂക്കം. കരുണയുടെ വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവിൻ്റെ നിർദ്ദേശം, കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ് ആദ്യത്തെ കാരുണ്യം. കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നതിന് രണ്ടാമത്തെ ഗ്രേഡേ ഉള്ളൂ. കർത്താവിനെ അറിയിക്കുന്ന, അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണത്? എന്താണ് 6:33 എന്താ പറയണത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും. ഫിലിപ്പോസിൻ്റെ ജോലിയാണത്. ഫിലിപ്പോസ് എന്താ ചെയ്തത്? എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, അവൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ട് അങ്ങോട്ട് ചോദിക്കും. എന്താ ചോദിക്കണത്? വായിക്കണമല്ലാതെ മനസ്സിലാകുന്നുണ്ടോ എന്ന്. ബൈബിൾസ് പറയും, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതോ വേറെ ആൾക്കാരെക്കുറിച്ച് പറയുന്നതോ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് കയറി ഇരിക്കാൻ അനുവദിക്കുമോ? ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയാമോ? അത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയും. ക്രിസ്തുവാണ് പാപത്തിന് പരിഹാരമായെന്ന് പറയും. അവൻ്റെ നാമത്തിൽ നമുക്ക് പാപത്തിന് പകരക്കാരനായി അവൻ മരിച്ചു. അവൻ്റെ പീഡാസഹനങ്ങളിൽ പ്രസാദിച്ചുകൊണ്ട് പാപത്തിൽ നമുക്ക് ഇളവ് നൽകി. അതുകൊണ്ട് ദൈവം അവനെ മഹത്വപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും. അതിന് നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ എത്യോപ്യക്കാരൻ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, വെള്ളമുണ്ടല്ലോ, എന്നെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ അമാന്തമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫിലിപ്പോസ് അദ്ദേഹം ജ്ഞാനസ്ഥാനപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് പൗലോസപ്പോസ്തലൻ ഫിലിപ്പോസിൻ്റെ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദാനിയേലിൻ്റെ ഹബക്കൂക്കിനെ കുത്തിന് പിടിച്ചുകൊണ്ട് പൊക്കി കളഞ്ഞില്ലേ, അതുപോലെ തന്നെ ഫിലിപ്പോസിനെ പിടിച്ച് പൊക്കിക്കളഞ്ഞ് അവിടുന്ന് മാറ്റും. എന്താണ്? ഇവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ്, ഇവൻ ജ്ഞാനസ്ഥാനപ്പെട്ടിരിക്കുക, അവന് നിത്യരക്ഷയ്ക്ക് അവൻ അർഹനായി തീർന്നിരിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, ഇവൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയത് കാരണം ഇവനോട് സാമ്പത്തിക ഇടപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് വിഷയം. നമ്മളൊരാളെ കർത്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അവൻ്റെ ആത്മരക്ഷ കഴിഞ്ഞാൽ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും ഫോൺ നമ്പറിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുക, അങ്ങനെയുള്ള സംഭവത്തൊന്നും കൃപാസന അനുവദിക്കാത്തതിൻ്റെ കാരണവും ഇവിടുത്തെ ചില പണ്ട് എക്സിക്യൂട്ടീവ് ഉടമ്പടി ഉണ്ടാകുന്ന മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വായ്പ കൊടുക്കലായിരുന്നു. ആ മാസം ഇവന്മാരുടെ അവസാനം അമ്മയിൽ തല്ലി പിരിഞ്ഞ് ഞാൻ എല്ലാத்தைയും ഡിസ്മിസ് ചെയ്ത്. ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വായ്പ മേടിക്കണവനെയൊക്കെ ഞാൻ ന്യൂട്രായിട്ട് എക്സിക്യൂട്ടീവ് മാറ്റി. എന്താ കാര്യം? ഇവന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരല്ല, കുടുംബം കഴിയാൻ വേണ്ടി വൈദ്യപ്പഴപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാസനം ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ദൈവഹിതത്തിനെതിരാ സംഭവം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്പറൊക്കെ വാങ്ങിക്കാം, പക്ഷേ കർത്താവിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു സാധനം നിങ്ങൾ ഡീൽ ചെയ്യരുത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം മറ്റുള്ളവൻ്റെ വേദനയിൽ ദൈവത്തെ കൈമാറാൻ വേണ്ടിയുള്ള ദൈവസൗഹൃദത്തിൻ്റെ ഒരു മാധ്യമമാണത്. അപ്പോൾ ദൈവമായിരിക്കണം നിങ്ങളുടെ ചിന്തയിലുള്ളത്. ഫിലിപ്പോസ് അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡിസ്പേഴ്സായി, പിന്നെ അവിടെ നിന്നില്ല സംഭവം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവരാജ്യമാണ്. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെയാണ് അവിടുത്തെ നീതി. എപ്പോഴും ഓർത്തേക്കണം. അപ്പം നീതി എന്ന് പറയുന്ന യാക്കോബിൻ്റെ സുവിശേഷത്തിൻ്റെ മെത്തേഡിന് 2ാം സ്ഥാനമാണ് സുവിശേഷത്തിലുള്ളത്. ആദ്യം ദൈവരാജ്യം, പിന്നെ അതിൻ്റെ നീതി. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഈ 2 സംഭവമുണ്ട്. എന്താണ് ഉടമ്പടിയിലുള്ള? പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഉപവിപ്രവർത്തനമുണ്ട്. ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ ബാക്കി എൻ്റെ ദൈവം എന്താ പറഞ്ഞത്? ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഒന്ന് വായിച്ചേ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം
മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുട്ടേ നിൽക്കുക. നമുക്കൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ വചന സൗഖ്യത്തിന് വചന സന്ദേശത്തിന് നന്ദി പറയുന്നു. രോഗസൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കൈകളടിച്ചുകൊണ്ട് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കരം ഉയർത്തി പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതിയില്ല ഞാൻ. എന്തിന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി കരുതിയില്ല ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ദൈവപിതാവേ ആരാധന. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സജീവ സാന്നിധ്യത്തിന് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ മഹത്വം. പിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് പരിഹാരം.
എന്തെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും മുട്ടുന്നേ. കർത്താവ് ആശീർവദിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ വലിയ വചന വെളിപാടിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യമാണ്, ശേഷമാണ് നീതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന്. ഫിലിപ്പോസിൻ്റെ പ്രേക്ഷിത ചൈതന്യത്തെ ദൈവരാജ്യ വികസനത്തോട് ഉപമിച്ചാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്. യാക്കോബിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവ നീതിയോട് തുലനപ്പെടുത്തിയും. ഈശോയെ, വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.